കടൽ മണൽ ഖനനത്തിനെതിരെ കെ.സി. വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിൽ കടലിൽ സമരം നടത്തി. തോട്ടപ്പള്ളി കടപ്പുറത്താണ് സമരം നടന്നത്. കടൽ മണൽ ഖനനത്തിന്റെ പേരിൽ കോൺഗ്രസ് എംപി കെ.സി. വേണുഗോപാൽ നടത്തിയ സമരം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനും ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പി ചിത്തരഞ്ജൻ എം.എൽ.എയും ആരോപിച്ചു. കോൺഗ്രസ് എംപിയും വർക്കിംഗ് പ്രസിഡന്റും കൂടിയായ കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് മത്സ്യബന്ധനയാനങ്ങളിൽ ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ കടലിലേക്ക് യാത്ര തിരിച്ചത്. കടൽ മണൽ ഖനനത്തിനെതിരെയായിരുന്നു സമരം. കടൽ മണൽ ഖനനം നടത്താൻ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് അതിനെ എതിർക്കാൻ ഒരു ചെറുവിരൽ പോലും ഉയർത്താത്ത എംപിമാരാണ് ഇന്നിപ്പോൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സങ്കുചിത രാഷ്ട്രീയ താൽപര്യത്തിൽ നിന്നുകൊണ്ട് സംയുക്ത സമരത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നതെന്നും സജി ചെറിയാൻ പറഞ്ഞു. കടൽ ഖനനം കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭേദഗതിയോടുകൂടി ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച ഘട്ടത്തിൽ കണ്ടില്ലെന്നാണ് ഇവർ പറയുന്നത്, അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്, കേട്ടില്ലെന്നാണ് പറയുന്നത്. അതുതന്നെ അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു ഭാഗമായിട്ടാണ് അവർ പ്രതിപാദിക്കുന്നത്. ഒരു സങ്കുചിത രാഷ്ട്രീയ ചിന്താഗതി നിന്നുകൊണ്ട് കേരളത്തിലെ യോജിച്ച സമരത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തിനുണ്ട്. ഈ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിന് ഒരു ഗോൾ അടിക്കാൻ തീരദേശമേഖല കഴിയുമോ എന്ന് നോക്കി. ആ ഗോൾ അടിക്കാൻ കഴിയാതെ വന്നപ്പോൾ എടുക്കുന്ന ഒരു ക്യാമ്പയിൻ. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള ഷോയാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിൽ നടന്നതെന്നും യോജിച്ച സമരമാണ് ആവശ്യമെന്നും ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി നേതാവ് പി ചിത്തരഞ്ജനും പറഞ്ഞു. ഏറ്റവും സുപ്രധാനമായ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം അവിടെ കയറാതെ അതെല്ലാം ബി.ജെ.പിക്ക് പാസ്സാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് മത്സ്യത്തൊഴിലാളിക്ക് അറിയാമല്ലോ ഇതിൻ്റെ എല്ലാം ഉള്ള തട്ടിപ്പ്. ഇപ്പോൾ വളരെ ശക്തമായി കേരളത്തിൻ്റെ നിയമസഭ ഐകകണ്ഠ്യേന പ്രമേയം പാസ്സാക്കി. അതോടൊപ്പം തന്നെ വലിയ സമരങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ആ സമരത്തിൻ്റെ സമയത്ത് മറ്റൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു ഷോ എന്നുള്ളതിനപ്പുറത്തേക്കൊന്നുമില്ല. രാവിലെ തോട്ടപ്പള്ളിയിൽ നിന്നും മത്സ്യബന്ധനയാനങ്ങളിലാണ് കെ.സി. വേണുഗോപാലും കോൺഗ്രസ് നേതാക്കളും കടലിലേക്ക് പോയത്. പോലീസിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും അനുവാദമില്ലാതെയാണ് സമരം നടത്താൻ ഇവർ കടലിലേക്ക് യാത്ര തിരിച്ചത്. തുടക്കത്തിൽ തന്നെ എം ലിജു അടക്കം 2 പേർ കടലിൽ പോയി. ഉടൻ തന്നെ മത്സ്യത്തൊഴിലാളികളും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. 24 കിലോമീറ്റർ കടന്ന് പുറംകടലിൽ പോയാണ് സമരം നടത്തുകയെന്നാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ 3 കിലോമീറ്റർ പോലും പോകാതെ തോട്ടപ്പള്ളി കടപ്പുറത്ത് നിന്നും കായംകുളം കടപ്പുറത്തെത്തി ഇവർ സമരം അവസാനിപ്പിച്ചു. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.